ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാന്നാണ്. അതും ക്യാൻ, കുഡ് ഹാവ് ഒക്കെ വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ പലരും കരുതുന്നത് ഈ ക്യാൻ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ഫോം ആണല്ലോ കുഡ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ മാത്രമാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുക എന്നാണ്. അങ്ങനെയല്ല, പ്രസന്റിലെയും പാസ്റ്റിലെയും കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയി പക്ഷെ വളരെ ഈസി ആയി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ ക്യാൻ, കുഡ് ഹാവ് ഒക്കെ വരുന്ന തരം പാറ്റേൺസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഒരു പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അന്ന് നമ്മൾ വിഷ് വരുന്ന തരം കുറേ സെന്റൻസസ് കണ്ടിരുന്നില്ലേ? അത് കണ്ടിട്ട് ഒരു വ്യൂവർ എന്നോട് ചോദിച്ചിരുന്നു, വിഷിന്റെ കൂടെ നമുക്ക് ഇഫ് കൂടെ ആഡ് ചെയ്ത് ചോദിക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ എന്ന്. അന്ന് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. അതായത് ഇപ്പൊ നമുക്ക് മലയാളത്തിൽ ഈ ഒരു സെന്റൻസ് നോക്കൂ, ഞാൻ ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നെങ്കിൽ. ഇത് നമ്മളന്ന് എങ്ങനെയാണ് വിഷ് ഉപയോഗിച്ച് പറഞ്ഞത്? ഐ വിഷ് ഐ സ്പോക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി എന്ന് പറയും അല്ലേ? അവിടെ നമ്മൾ ഐ വിഷ് അല്ലേ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഐ വിഷ് ഇഫ് ഐ സ്പോക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. പക്ഷേ ഈ ഒരു അർത്ഥം കിട്ടാൻ നമ്മൾ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിലെ സെന്റൻസ് ഉണ്ടല്ലോ, ആ ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് അവിടെ ഇഫ് കൊണ്ടുവരാൻ പറ്റും. അവിടെ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയാമോ? ഇഫ് ഓൺലി ഐ സ്പോക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി എന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ ഐ വിഷ് പറഞ്ഞല്ലോ, അതിന് പകരം ഇവിടെ നമ്മൾ ഇഫ് ഓൺലി കൊണ്ടുവരികയാണ്. അപ്പൊ രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. ചെറിയൊരു വ്യത്യാസം ഉള്ളത്, നമുക്കൊരു കാര്യം കുറച്ചുകൂടെ ഇമോഷണൽ ആയി എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ഇഫ് ഓൺലി കൊണ്ടുവരുന്നത്. അതായത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വളരെ തീവ്രമായിട്ട് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കണമെങ്കിലാണ് നമ്മൾ ഇഫ് ഓൺലി പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കാര്യം എംഫസൈസ് ചെയ്ത് പറയാനാണ് ഇഫ് ഓൺലി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ. അവിടെ നമുക്ക് ഐ വിഷ് ഉപയോഗിച്ച് ഇങ്ങനെ പറയാം, ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം. പക്ഷെ അവിടെ ഇഫ് ഓൺലി ഐ ഹാഡ് മോർ ടൈം എന്നും പറയാം. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടാണ് ഇത് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അവിടെ ആ രണ്ടാമത് പറഞ്ഞ സെന്റൻസ് ഇല്ലേ, ഇഫ് ഓൺലി വരുന്ന സെന്റൻസ്, അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പിന് പകരം എക്സ്ക്ലമേഷൻ മാർക്കും ഇടാറുണ്ട്. കാരണം അവിടെ അങ്ങനെ ഒരു ഫീലിംഗ് നമ്മൾ അവിടെ കൺവേ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടൊരു സെന്റൻസ് ആണിത്, എനിക്ക് കൂടുതൽ ഉയരമുണ്ടായിരുന്നെങ്കിൽ. അന്ന് എങ്ങനെ പറഞ്ഞു നമ്മൾ? ഐ വിഷ് ഉപയോഗിച്ചിട്ട് ഐ വിഷ് ഐ വർ ടോളർ എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ നമുക്ക് പറയാം ഇഫ് ഓൺലി ഐ വർ ടോളർ. അവിടെ നമ്മൾ സ്ട്രോങ്ങർ ആയിട്ട് ആ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഫ് ഓൺലി കൊണ്ടുവന്നത്. ഇനി ഈ സെന്റൻസ് നമുക്ക് ഐ വിഷും ഇഫ് ഓൺലിയും ഉപയോഗിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ കുറച്ചുകൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ. അവിടെ നമുക്ക് ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഫ് ഓൺലി ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ എന്നും പറയാം. അതുപോലെ ഐ വിഷ് കഴിഞ്ഞ് വുഡ് വരുന്ന തരം കുറച്ച് സെന്റൻസസ് നമ്മളൊന്ന് കണ്ടിരുന്നില്ലേ? ഇപ്പോ അവൻ ഞാൻ പറയുന്നത് ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നുള്ളതിന് ഐ വിഷ് ഹി വുഡ് ലിസൺ ടു മീ എന്ന് നമ്മൾ പറയും അല്ലേ? അവിടെയും നമുക്ക് ഇതേപോലെ ഇഫ് ഓൺലി പറയാം, ഇഫ് ഓൺലി ഹി വുഡ് ലിസൺ ടു മീ എന്ന് പറയാം. അപ്പൊ എവിടെയെല്ലാം ഐ വിഷ് വരുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഇഫ് ഓൺലി എന്നുള്ളതും ഉപയോഗിക്കാം. അവിടെ നമ്മൾ ഇമോഷൻസ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ക്യാൻ, കുഡ് ഒക്കെ വരുന്ന തരം ക്വസ്റ്റ്യൻസ് നോക്കാം. സാധാരണ നമ്മൾ ഈ ക്യാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, അത് ചെയ്യാൻ കഴിയും എന്ന് പറയാനാണല്ലോ ക്യാൻ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിവുണ്ട് എന്നുള്ളൊരു അർത്ഥം കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിത് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു കാര്യം ചെയ്യാൻ സാധ്യമാണോ, പോസിബിൾ ആണോ എന്ന് ചോദിക്കാൻ. അതുപോലെ ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാനും നമ്മൾ പലപ്പോഴും ക്യാൻ ആണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ, അതായത് കൂടുതലായിട്ട് കോൺവെർസേഷൻസിൽ കൊണ്ടുവരാറുള്ളത്. ഞാനിവിടെ പറയുന്നത് വളരെ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലല്ല കേട്ടോ, സാധാരണ ഡെയിലി കോൺവെർസേഷൻസിൽ പലപ്പോഴും നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ചോദിക്കണം, എനിക്ക് ഇവിടെ പാർക്ക് ചെയ്യാമോ, അതായത് കാറ് പാർക്ക് ചെയ്യാമോ എന്ന്. അവിടെ എങ്ങനെ ചോദിക്കും? Can I park here എന്ന് ചോദിക്കും. അപ്പൊ അവിടെ ക്യാൻ വെച്ചാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയത്. അതിന്റെ അർത്ഥം എനിക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുവാദം ചോദിക്കുകയാണ്, പെർമിഷൻ ചോദിക്കുകയാണ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പോസിബിൾ ആണോ, സാധ്യമാണോ, അലൗഡ് ആണോ എന്നൊക്കെയാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അവിടെ നമ്മൾ ക്യാൻ ഉപയോഗിച്ചു. Can I park here എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എനിക്ക് എവിടെ പാർക്ക് ചെയ്യാം എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ
അവിടെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കൊണ്ടുവരാൻ അറിയാമോ? വേ ക്യാൻ ഐ പാർക്ക് എന്ന് ചോദിക്കാം. എവിടെ, അതിനാണ് വേ വന്നത്. വേ ക്യാൻ ഐ പാർക്ക്. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എവിടെ പാർക്ക് ചെയ്യാനാണ് പോസിബിൾ ആയിട്ടുള്ളത്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അവിടെയും ഒരു കണക്കിന് പറഞ്ഞാൽ അവിടുത്തെ സാധ്യതയെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ ഈ ക്യാൻ വെച്ച് അവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ നമുക്കൊരാളോട് ചോദിക്കണം, എനിക്ക് നിങ്ങളെ എപ്പോ വിളിക്കാനാകും? അവിടെ നമുക്ക് ചോദിക്കാവുന്നത് വെൻ ക്യാൻ ഐ കോൾ യു എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാളെ എപ്പോ വിളിക്കാനാണ് പോസിബിൾ ആയിട്ടുള്ളത് എന്നല്ലേ, സാധ്യമായിട്ടുള്ളത് എന്നല്ലേ. അതുകൊണ്ടാണ് ക്യാൻ ഉപയോഗിച്ചത്. വെൻ ക്യാൻ ഐ കോൾ യു എന്ന് ചോദിക്കാം. ഇനി ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളൊരു ഓഫീസിലോ മറ്റോ പോയിരിക്കാന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആരുടെങ്കിലും ചോദിക്കണം, ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ എന്നെ ആർക്ക് സഹായിക്കാനാകും എന്ന്. അവിടെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൂ ക്യാൻ ഹെൽപ്പ് മീ ഫിൽ ദിസ് ഫോം എന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹൂ ക്യാൻ ഹെൽപ്പ് മീ ടു ഫിൽ ദിസ് ഫോം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ഇത് മാത്രം പറഞ്ഞാൽ മതി. ഹൂ ക്യാൻ ഹെൽപ്പ് മീ ഫിൽ ദിസ് ഫോം. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ക്യാൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് വേർബിന്റെ ബേസ് ഫോം ആണ്. അത് നിങ്ങൾക്ക് അറിയാലോ, ക്യാൻ എന്ന് പറയുന്നത് ഒരു മോഡൽ വേർബ് ആണ്. മോഡൽ വേർബ്സിനെല്ലാം ഇതാണ് റൂൾ. അത് കഴിഞ്ഞിട്ട് ആ മോഡൽ വേർബ് കഴിഞ്ഞാൽ ആ വേർബിന്റെ ബേസ് ഫോം മാത്രം, അതായത് ആ വേർബിന്റെ കൂടെ എസ് ചേർക്കില്ല, ഇ ഡി അതായത് പാസ്റ്റ് ഫോം വരില്ല, ING വരില്ല, ആ ബേസ് ഫോം തന്നെ വരണം ആ ക്യാൻ എന്ന മോഡൽ വേർബ് കഴിഞ്ഞിട്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കണം എന്നിരിക്കട്ടെ, എന്നെ ഒന്ന് സഹായിക്കാമോ? അത് നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ട് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം. അതിന് പകരം നമുക്കൊരു ഫ്രേസ് ഇവിടെ ഉപയോഗിക്കാം. ക്യാൻ യു ഗിവ് മീ എ ഹാൻഡ് എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ ക്യാൻ ആണ് വന്നത്, കണ്ടല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുഡും യൂസ് ചെയ്യാം. കുഡ് യു ഗിവ് മീ എ ഹാൻഡ് എന്ന് ചോദിക്കാം. അപ്പൊ ഈ കുഡ് വന്നപ്പോ ഇത് പാസ്റ്റ് ടെൻസ് ആയി മാറിയോ? ഇല്ല, നമ്മൾ ഇപ്പോഴത്തെ കാര്യം തന്നെയാ ചോദിക്കുന്നത്. എന്നെ ഒന്ന് സഹായിക്കാമോ? ഇപ്പോ പ്രസന്റിലെ കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളത് കുറച്ചുകൂടെ പൊളൈറ്റ് ആയി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനാണ് ഈ ക്യാനിന് പകരം കുഡ് യൂസ് ചെയ്യുന്നത്. അത് ഒരു യൂസ് ആണ് കേട്ടോ കുഡിന്റെ. കുഡിന് പല യൂസസ് ഉണ്ട്, അതിലൊന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം കുറച്ചുകൂടെ ഫോർമലായിട്ട്, കുറച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ ക്യാനിന് പകരം കുഡ് ഉപയോഗിച്ചാൽ മതി. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളൊരു ഓഫീസിലേക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം പറയാണ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് മറുപടി എപ്പോൾ പ്രതീക്ഷിക്കാം? അവിടെ എങ്ങനെ ചോദിക്കും? വെൻ ക്യാൻ ഐ എക്സ്പെക്ട് എ റിപ്ലൈ എന്ന് ചോദിക്കാം, അല്ലെ? വെൻ ക്യാൻ ഐ എക്സ്പെക്ട് എ റിപ്ലൈ. അവിടെ ആ കാര്യം കുറച്ചുകൂടെ പൊളൈറ്റായും കുറച്ചുകൂടെ ഫോർമലായും ചോദിക്കണമെങ്കിൽ കുഡ് യൂസ് ചെയ്താൽ മതി. വെൻ കുഡ് ഐ എക്സ്പെക്ട് എ റിപ്ലൈ എന്ന് ചോദിക്കാം. അപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഭാവിയിൽ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിപ്ലൈയെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ ചോദിക്കുന്നത്. അവിടെയും കണ്ടോ കുഡ് യൂസ് ചെയ്തത്. അപ്പൊ കുഡ് വരുമ്പോഴെല്ലാം പാസ്റ്റ് ടെൻസ് ആണെന്നൊരു തെറ്റിദ്ധാരണ പാടില്ല കേട്ടോ. ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കുറച്ചുകൂടി റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക എന്ന് മാത്രമാണ്. അതിനാണ് ഇവിടെ കുഡ് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ഓഫീസിലാണെന്ന് ഇരിക്കട്ടെ, പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങണം എന്നും ഇരിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളത് എങ്ങനെ ചോദിക്കും? ഇപ്പൊ ക്യാനും കുഡും എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? അപ്പൊ വളരെ കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു അവസ്ഥയാണ് അവിടെയെങ്കിൽ നിങ്ങൾ എങ്ങനെ ചോദിക്കും? ക്യാൻ ഐ ലീവ് ഏർലി ടുഡേ എന്ന് ചോദിക്കും, അല്ലെ? അവിടെ ക്യാൻ മതി. പക്ഷെ നിങ്ങളൊരു സുപ്പീരിയറോട് ചോദിക്കുകയാണ്, അവിടെ റെസ്പെക്റ്റോടെ ചോദിച്ചേ പറ്റുള്ളൂ എന്നാണെങ്കിൽ കുഡ് ഐ ലീവ് ഏർലി ടുഡേ എന്നാണ് ചോദിക്കുക. അവിടെ കുഡാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി കുഡിന്റെ വേറൊരു യൂസ് ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ചോദ്യങ്ങളിൽ വരുന്ന വേറൊരു യൂസ്. ഇപ്പം നമ്മളൊരു സ്ഥലത്തൂടെ പോവുകയാണ്, അപ്പൊ ഒരു വീട് കാണുമ്പോൾ നമ്മൾ പറയാണ് കൂടെയുള്ള ഒരാളോട്, ഇത് അയാളുടെ വീടായിരിക്കുമോ എന്ന്. അപ്പൊ ഈ ചോദിക്കുമ്പോ അത് അയാളുടെ വീടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കുക ക്യാൻ ദിസ് ബി ഹിസ് ഹൗസ് എന്നാണ്. ക്യാൻ ദിസ് ബി ഹിസ് ഹൗസ്. ക്യാൻ ആണ് ഇവിടെ കൊണ്ടുവന്നത്. കാരണം അത് നടക്കാൻ സാധ്യതയുണ്ട്, അത് ലൈക്ലി ആണ്, അങ്ങനെ ഒരു കാര്യം ആവാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് അവിടെ നമ്മൾ ക്യാൻ ചോദിച്ചു. നേരെ മറിച്ച് നമ്മൾ അവിടെ വെറുതെ ഗെസ് ചെയ്യാണ്, വെറുതെ ഒരു സ്പെക്കുലേഷൻ ആണ് അവിടെ നടത്തുന്നതെങ്കിൽ, ഒരു ഊഹം മാത്രമാണെങ്കിൽ അവിടെ നമ്മൾ കുഡ് ആയിരിക്കും കൊണ്ടുവരുന്നത്. കുഡ് ദിസ് ബി ഹിസ് ഹൗസ് എന്നാണ് അവിടെ ചോദിക്കുക. അപ്പൊ സാധ്യത കുറവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ പൊളൈറ്റ്നെസിന്റെ കാര്യം അല്ലെങ്കിൽ എത്ര ഫോർമൽ ആവണം എന്നുള്ള കാര്യമൊന്നും അല്ല ഇവിടെ നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം നടക്കാൻ സാധ്യത കൂടുതലുള്ള ഒന്നിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ക്യാൻ കൊണ്ടുവരാം. പക്ഷെ സാധ്യത കുറവാണ്, നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കുഡ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ഗെസ് ചെയ്തൊക്കെ സ്പെക്കുലേറ്റ് ചെയ്തൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക കുഡ് ആണ്. കുഡ് ദിസ് ബി ഹിസ് ഹൗസ് എന്ന് ചോദിക്കും. ഇനി ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അത് അയാളായിരിക്കുമോ
എന്ന് നിങ്ങൾക്ക് ചോദിക്കണം എന്നിരിക്കട്ടെ. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അത് അയാളായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ക്യാൻ ദാറ്റ് ബി ഹിം എന്ന് ചോദിക്കാം. അവിടെ ശ്രദ്ധിക്കണേ, ക്യാൻ ദാറ്റ് ബി ഹി അല്ല, ക്യാൻ ദാറ്റ് ബി ഹിം എന്നാണ് ചോദിക്കുക കേട്ടോ. ഇനി അയാളായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല, അത് നിങ്ങളുടെ വെറും ഒരു ഊഹം മാത്രമാണെങ്കിൽ അവിടെ നിങ്ങൾ എങ്ങനെ ചോദിക്കും? could that be him എന്ന് ചോദിക്കും. അവിടെ could കൊണ്ടുവരും. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? ഇനി വേറൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് ബെറ്റർ ആക്കുക, എങ്ങനെ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതെങ്ങനെ ചോദിക്കും? ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് എന്ന് ചോദിക്കാം അല്ലേ. അപ്പൊ അവിടെ നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ടീച്ചറോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആൻഡ് ടീച്ചർ ഇപ്പൊ തന്നെ നിങ്ങളോട് എന്തൊരു കാര്യം പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ അവിടെ നിങ്ങൾ ചോദിക്കുന്നത് ഹൗ ക്യാൻ വെച്ചിട്ടാണ്. ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് എന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ഇതൊരു ഡിസ്കഷൻ പോലെ നടക്കുകയെന്നിരിക്കട്ടെ. അപ്പൊ പലതരം ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്, പലതരം കാര്യങ്ങൾ അവിടെ പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അവിടെ ഹൗ കുഡ് ചോദിക്കാം. ഹൗ കുഡ് ഐ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് എന്ന് ചോദിക്കാമെന്ന്. അതൊരു ചെറിയ വ്യത്യാസം മാത്രമാണ്, എങ്കിലും അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്? പ്രസന്റിലെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ നമുക്ക് കുഡും യൂസ് ചെയ്യാമെന്ന് കണ്ടു. ക്യാൻ മാത്രമല്ല, നമ്മൾ കുഡും ഉപയോഗിക്കുന്നു അല്ലേ. പക്ഷെ മറക്കരുത്, ക്യാന്റെ പാസ്റ്റ് ഫോം ആണ് കുഡ്. അപ്പൊ പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ എങ്ങനെയാണ് കുഡ് ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടിരിക്കണമല്ലോ. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ചോദിക്കണം എന്നിരിക്കട്ടെ, കുട്ടിയായിരിക്കുമ്പോ നിനക്ക് നീന്താൻ കഴിഞ്ഞിരുന്നോ എന്ന്. അതായത് ഇന്നലെ നീന്താൻ പറ്റിയോ, കഴിഞ്ഞ ആഴ്ച നീന്താൻ പറ്റിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. കുട്ടിയായിരിക്കുന്ന ആ ഒരു കാലത്തിൽ, അതായത് നമ്മൾ അവിടെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. പാസ്റ്റിൽ കുറെ നാളത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന്, അതായത് പാസ്റ്റ് എബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അവിടെ നമ്മൾ കുഡ് ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ തുടങ്ങുക. അപ്പൊ അവിടെ എങ്ങനെ പറയും? കുഡ് യു സ്വിം ആസ് എ കിഡ്? കുട്ടിയായിരിക്കുമ്പോൾ, അതിനാണ് ആസ് എ കിഡ് എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ വെൻ യു വർ എ കിഡ് എന്ന് തന്നെ ചോദിക്കണം എന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. കുഡ് യു സ്വിം ആസ് എ കിഡ് എന്ന് ചോദിക്കാം. ഇനി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയിരുന്നോ, കഴിഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എപ്പോഴത്തെ കാര്യം പറയുന്നത്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അതായത് ആ പാസ്റ്റിൽ കുറെ നാളത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കും? കുഡ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് സ്കൂൾ എന്ന് ചോദിക്കാം. അറ്റ് സ്കൂൾ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സ്കൂൾ പഠനകാലത്ത് എന്നാണ് കേട്ടോ, അല്ലാതെ സ്കൂളിൽ വെച്ച് എന്നല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദിച്ചതെന്ന് കണ്ടോ? കുഡ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് അറ്റ് സ്കൂൾ. അപ്പൊ ഇങ്ങനെ പാസ്റ്റില് ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ച്, എബിലിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ക്യാൻ അല്ല ഉപയോഗിക്കുക, കുഡ് ആയിരിക്കും. ആ പാസ്റ്റ് ഫോം ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കണം, ഈ കുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ആണെങ്കിലും കുഡ് ഒരു മോഡൽ വേർബ് തന്നെയാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞും ആ വരുന്ന വേർബിന്റെ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞത് കുഡ് ഹി സ്പീക്ക് എന്നാണ്. സ്പീക്ക് എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. കുഡ് പാസ്റ്റ് ഫോം ആണല്ലോ എന്ന് ഓർത്തിട്ട് സ്പോക്ക് എന്ന് അത് കഴിഞ്ഞ് ഉപയോഗിക്കരുത് കേട്ടോ. കുഡ് ഹി സ്പീക്ക് എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കുഡിന്റെ നെഗറ്റീവ് ഫോം ഉണ്ടല്ലോ, കുഡിന്റ്, അത് ഉപയോഗിച്ച് എപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു കൂടായിരുന്നോ എന്ന്. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇയാള് പോകുന്നതിന് മുൻപ് നമ്മളോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കാത്തതിൽ നമുക്കൊരു പരിഭവം ഉണ്ട് അല്ലെ. ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, ആ ഒരു പരിഭവം കാണിക്കണമെങ്കിൽ അവിടെ നമ്മൾ കുഡിന്റ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കും എന്നറിയാമോ? കുഡിന്റ് യു ആസ്ക് മീ ബിഫോർ ലീവിങ്? പോകുന്നതിന് മുൻപ് എന്നോടൊന്നും ചോദിക്കായിരുന്നില്ലേ എന്ന്. കുഡിന്റ് യു ആസ്ക് മീ ബിഫോർ ലീവിങ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ വന്നത്. ഇനി അടുത്തത്, നിങ്ങൾക്ക് ജോലി നേരത്തെ തുടങ്ങാനായില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവര് ജോലി നേരത്തെ തുടങ്ങും എന്ന് നമ്മൾ കരുതി, പക്ഷെ അവരത് ചെയ്തിട്ടില്ല. അതിലുള്ള ഒരു അതൃപ്തിയാണ് നമ്മൾ ഈ കാണിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത് അറിയാമോ? കുഡിന്റ് ഉപയോഗിച്ച്. കുഡിന്റ് യു സ്റ്റാർട്ട് ദ വർക്ക് ഏർലിയർ? കുഡിന്റ് യു സ്റ്റാർട്ട് ദ വർക്ക് ഏർലിയർ എന്നാണ് അവിടെ ചോദിക്കുക. കണ്ടോ, കുഡിന്റ് യു കഴിഞ്ഞിട്ട് ബേസ് ഫോം വരണം, കുഡിന്റ് യു സ്റ്റാർട്ട്. ഇനി നമ്മൾ സാധാരണയായിട്ട് ചോദിക്കാറുള്ള തരം ഒരു ചോദ്യമാണ്, നിനക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞില്ലേ, കേൾക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കേട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് അവിടെ നമ്മളൊരു അതൃപ്തി, ആ പറഞ്ഞതിലുള്ളൊരു നീരസം നമ്മളോട് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കും? കുഡിന്റ് യു ഹിയർ വാട്ട് ഐ സെഡ്? കുഡിന്റ് യു ഹിയർ വാട്ട് ഐ സെഡ്. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ, അയാൾക്കത് ഇന്നലെ തീർക്കാനായില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, നമ്മൾ കരുതുന്നത് അയാൾ ഇത് ഇന്നലെ തീർക്കും എന്നായിരുന്നു. അത് തീർക്കാത്തതിൽ നമുക്കൊരു നീരസമുണ്ട്.
അപ്പൊ അത് കാണിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക? couldn't he finish it yesterday എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു അതൃപ്തിയാണ് നമ്മൾ കാണിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ഇഷ്ടകേട് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, വെറുതെ പ്ലെയിൻ ആയിട്ട് അയാൾക്ക് അത് ഇന്നലെ തീർക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊരർത്ഥം കൊണ്ടുവരാൻ വേണ്ടി മാത്രം ചോദിക്കാനും നമ്മൾ couldn't ഉപയോഗിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ വ്യത്യാസം എങ്ങനെ മനസ്സിലാവും? ആ ചോദിക്കുന്ന രീതിയിൽ നിന്ന്, ആ ചോദ്യത്തിന്റെ ടോണിൽ നിന്ന് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ആ ഒരു ഇഷ്ടകേട് കാണിക്കാനാണെങ്കിൽ couldn't he finish it yesterday എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിലൊരു അതൃപ്തി ഉണ്ടെന്നുള്ളത് ക്ലിയർ ആവും. അല്ലെങ്കിൽ നമ്മൾ വളരെ ന്യൂട്രൽ ആയിട്ടായിരിക്കും അത് ചോദിക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ അയാൾക്കത് ഇന്നലെ തീർക്കാൻ പറ്റിയോ ഇല്ലയോ എന്ന് വെറുതെ ഫാക്ട് മനസ്സിലാക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ വേറൊരു രീതി കൂടെ ഉണ്ട് ചോദിക്കാൻ, വേറൊരു പാറ്റേൺ കൂടെ കൊണ്ടുവരാം. അവിടെ ഏബിൾ ടു വെച്ച് ചോദിക്കാം. അവിടെ നമുക്ക് ചോദിക്കാവുന്നത് wasn't he able to finish it yesterday എന്നാണ്. അതായത് അയാൾക്കത് തീർക്കാൻ പറ്റിയില്ലല്ലേ എന്ന് മാത്രം. മനസ്സിലായോ? wasn't he able to finish it yesterday എന്ന് ചോദിച്ചു. അപ്പൊ couldn'tന് പകരം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ wasn't കഴിഞ്ഞിട്ട് able to അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ he ആയതുകൊണ്ടാണ് wasn't കൊണ്ടുവന്നത് കേട്ടോ. he സിംഗുലർ അല്ലേ? അപ്പൊ wasn't he able to finish it yesterday എന്ന് നമ്മളിവിടെ ചോദിക്കുകയാണ്. അപ്പോ അവന് വാതിൽ തുറക്കാൻ പറ്റിയില്ലേ എന്നുള്ളതിന് നമുക്ക് ആ ഒരു സാഹചര്യം അനുസരിച്ച് couldn't he open the door എന്നും ചോദിക്കാം, അല്ലെങ്കിൽ wasn't he able to open the door എന്നും ചോദിക്കാം. ക്ലിയർ ആയോ? രണ്ടും അവിടെ പോസിബിൾ ആണ്. അടുത്തത് നോക്കൂ, അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാനായില്ലേ. അപ്പോ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരു അതെന്തുകൊണ്ട് പറ്റിയില്ല എന്നൊരു അർത്ഥത്തിലാണ്, ആ ഒരു അതൃപ്തിയോടെയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ ചോദിക്കും? couldn't they solve the problem എന്ന് ചോദിക്കാം. അതിന് പകരം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയോ ഇല്ലയോ, പറ്റിയില്ലേ എന്ന് വെറുതെ ഫാക്ട് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏബിൾ ടു കൊണ്ടുവരാം. പക്ഷെ ഇവിടെ ദേ ആയതുകൊണ്ട് പ്ലൂറൽ ആണല്ലോ, അവർ എന്നുള്ളത് കൊണ്ട് നമ്മൾ were ആണ് കൊണ്ടുവരിക. weren't they able to solve the problem എന്നാണ് ചോദിക്കുക. weren't they able to. അപ്പോൾ ആ സബ്ജക്റ്റ് അനുസരിച്ചാണ് was ആണോ were ആണോ വരുന്നതെന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ സിംഗുലർ ആണെങ്കിൽ was, പ്ലൂറൽ ആണെങ്കിൽ were. ഇനി നമ്മൾ couldn't have വരുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ. പക്ഷെ അതിനു മുൻപ് couldn't വരുന്ന ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഇപ്പോ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഇന്നലെ വിളിക്കാനായില്ലേ? അതെങ്ങനെ പറയും? നിങ്ങൾ തന്നെ ഒന്ന് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ. couldn't you call me yesterday എന്ന് ചോദിക്കും അല്ലേ? അവിടെ നമ്മൾ അയാൾ ഇന്നലെ വിളിക്കാതിരുന്നതിന് ശരിക്കും പറഞ്ഞാൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നൊരു ധ്വനിയോടെ വരുന്നുണ്ട്. അപ്പൊ couldn't വെച്ച് ചോദിച്ചു, couldn't you call me yesterday എന്ന് ചോദിച്ചു. പക്ഷെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് നോക്കൂ, നിനക്ക് എന്നെ നേരത്തെ വിളിക്കാമായിരുന്നില്ലേ? അവിടെ വിളിക്കാനായില്ലേ എന്നല്ല, വിളിക്കാമായിരുന്നില്ലേ. അപ്പൊ അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയാണ്, അങ്ങനെ നേരത്തെ ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷെ ചെയ്തില്ല, ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അവിടെ നമ്മൾ ഈ couldn't have ആണ് കൊണ്ടുവരിക. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കുന്നത് അറിയാമോ? couldn't you have called me earlier? നേരത്തെ couldn't you have called me earlier എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാന്ന് കണ്ടോ നിങ്ങൾ? couldn't കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നു you, അത് കഴിഞ്ഞ് have ഉണ്ട്, പിന്നെ വേർബിന്റെ മൂന്നാമത്തെ ഫോമും ഉണ്ട്. couldn't you have called me എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ couldn'tഉം couldn't haveഉം വരുന്ന തരം ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആവാൻ ഞാൻ രണ്ടും കൂടെ ഒരു പേജിൽ തന്നെ കാണിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് നേരത്തെ വരാനായില്ലേ? couldn't you come earlier അങ്ങനെയല്ലേ ചോദിക്കുക. ഇനി അടുത്തത് നോക്കൂ, നിനക്ക് നേരത്തെ വരാമായിരുന്നില്ലേ? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ വരാൻ സാധിക്കുമായിരുന്നു, പക്ഷെ ആ ഒരു ചാൻസ് ഉപയോഗിച്ചില്ല. അപ്പൊ അതിലുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ സെന്റൻസിൽ കാണിക്കുന്നത് ക്ലിയർ ആയിട്ട്. അപ്പൊ അവിടെ എന്താ പറയാ? couldn't you have come earlier. അപ്പൊ അവിടെ എങ്ങനെയാ വന്നതെന്ന് നോക്കി. ഇവിടെ ആദ്യത്തതില് couldn't you come എന്ന് പറഞ്ഞു. അവിടെ ആ couldn't കഴിഞ്ഞ് വന്ന ആ come എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. രണ്ടാമത്തേലോ couldn't you have കഴിഞ്ഞ് വന്ന come ബേസ് ഫോം അല്ല, അത് V3 ഫോം ആണ്. കാരണം come, came, come ആ V3 ഫോമും come തന്നെയാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ കൺഫ്യൂസ്ഡ് ആവരുതേ. ഇനി അടുത്തത് ശ്രദ്ധിക്കൂ, അവൾക്ക് നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാമായിരുന്നില്ലേ, വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? അവിടെ എങ്ങനെ ചോദിക്കും? couldn't she have waited for us? couldn't she have waited for us? അപ്പൊ ഇവിടെ she ആണ് സബ്ജക്ട്, സിംഗുലർ ആണ്. പക്ഷെ വന്നത് എന്താണ്? couldn't she have. അപ്പോ സിംഗുലർ ആണ് അല്ലെങ്കിൽ പ്ലൂറൽ ആണ് സബ്ജക്ട്, എങ്ങനെയാണെങ്കിലും അവിടെ couldn't കഴിഞ്ഞു വരുന്നത് have തന്നെ ആയിരിക്കും, has അല്ല കേട്ടോ. couldn't she have waited for us?
ഇനി നിങ്ങളൊരു മൂവി കാണാൻ പോയിന്നിരിക്കട്ടെ, കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് പൊട്ട മൂവിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയത്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം, നിങ്ങൾക്ക് ആദ്യം റിവ്യൂസ് വായിച്ചു നോക്കാമായിരുന്നില്ലേ എന്ന്. അവിടെ എങ്ങനെ ചോദിക്കും? couldn't you have read the reviews first? couldn't you have read? ഈ റീഡ് എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് റെഡ്. റീഡ്, റെഡ്, റെഡ്. അപ്പൊ അതാണ് ഇവിടെ ഉപയോഗിച്ചത്. couldn't you have read the reviews first? ഇനി അടുത്ത ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ചോദിക്കുകയാണ്, അയാൾക്ക് ചുരുങ്ങിയ പക്ഷം ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? അതെങ്ങനെ ചോദിക്കും? couldn't he have at least tried? ആ ചുരുങ്ങിയ പക്ഷം അതെങ്കിലും ചെയ്യാമായിരുന്നില്ലേ എന്നാണല്ലോ, അതാണ് അറ്റ്ലീസ്റ്റ് കൊണ്ടുവന്നത്. couldn't he have at least tried? ഇനി അടുത്തത് നോക്കണേ. അവന് കുറച്ചുകൂടെ ക്ഷമ കാണിക്കാമായിരുന്നില്ലേ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ വാക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യല്ലോ ചെയ്യുന്നത്. ആ ഒരു അർത്ഥം മനസ്സിലാക്കി അത് ഇംഗ്ലീഷിൽ നാച്ചുറൽ ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ അവന് കുറച്ചുകൂടെ ക്ഷമ കാണിക്കാമായിരുന്നില്ലേ എന്ന് പറയുന്നതിന്റെ അർത്ഥം അവന് കുറച്ചുകൂടെ പേഷ്യന്റ് ആവാമായിരുന്നില്ലേ, പേഷ്യൻസ് കാണിക്കാമായിരുന്നില്ലേ എന്ന്, പേഷ്യന്റ് ആകാമായിരുന്നില്ലേ എന്ന്. അവിടെ എങ്ങനെ ചോദിക്കും? couldn't he have been more patient? അവിടെ ബീൻ വന്നത് എന്തുകൊണ്ടാണ്? പേഷ്യന്റ് ആകാമായിരുന്നില്ലേ. അവിടെ നമ്മൾ ബിയുടെ മൂന്നാമത്തെ ഫോം ബീൻ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് couldn't he have been more patient എന്ന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ couldn't വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് couldn't have വെച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ്. ഇനിയാണ് നമ്മൾ could have എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാൻ നോക്കാൻ പോകുന്നത്. അതായത് could have എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് ഫോം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാൻ നമുക്കിനി നോക്കാം. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, അവർക്ക് ട്രെയിൻ വിട്ടുപോയി കാണുമോ, ട്രെയിൻ മിസ്സായി കാണുമോ എന്ന്. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ, ഇപ്പൊ നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കാണുമോ, അത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ലേ ചോദിക്കുന്നത്. അങ്ങനെ പാസ്റ്റില് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് സ്പെക്യുലേറ്റ് ചെയ്യാൻ, ഗെസ് ചെയ്യാൻ, ഊഹിക്കാനാണ് നമ്മൾ could have ക്വസ്റ്റ്യൻസിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ ചോദിക്കാന്നറിയാമോ? could they have missed the train? അവർക്ക് ട്രെയിൻ മിസ്സായി കാണുമോ, നമ്മൾ ഊഹിക്കുകയാണ്. could they have missed the train? അതായിരിക്കുമോ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ഈ ആലോചിക്കുന്നത്. ഇനി ഇതെങ്ങനെ ചോദിക്കും? അവര് ട്രെയിൻ മാറി കയറി കാണുമോ, തെറ്റി കയറി കാണുമോ? അതെങ്ങനെ ചോദിക്കും? could they have taken the wrong train? could they have taken the wrong train? അപ്പൊ ഇവിടെയും ഒരേ റൂൾ തന്നെയാണ് ആ സ്ട്രക്ചറിൽ നമ്മൾ കൊണ്ടുവരുന്നത്. could കഴിഞ്ഞ സബ്ജക്ട്, could they have കഴിഞ്ഞ വേർബിന്റെ മൂന്നാമത്തെ ഫോം taken. could they have taken the wrong train? ഇനി ഇത് അയാള് നീ പറഞ്ഞത് തെറ്റി മനസ്സിലാക്കി കാണുമോ, തെറ്റിദ്ധരിച്ചു കാണുമോ? എങ്ങനെ ചോദിക്കും? could he have misunderstood what you said? തെറ്റി മനസ്സിലാക്കി കാണുമോ എന്ന്. could he have misunderstood what you said? ഇനി ഈ could haveന് വേറൊരു യൂസ് കൂടെ ഉണ്ട് കേട്ടോ, വേറൊരു കോണ്ടെക്സ്റ്റിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യില്ലേ, അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കില്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, നമ്മൾ അത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നോ, ഇങ്ങനെ ചെയ്യണമായിരുന്നോ എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ. അവിടെ നമുക്ക് ഈ could have യൂസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയണം എന്നിരിക്കട്ടെ, നമുക്കിത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നോ, അങ്ങനെ ചോദിക്കാൻ ഈ could have വെച്ചാണ് ക്വസ്റ്റ്യൻ തുടങ്ങുക. could we have avoided this എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ കണ്ടല്ലോ, could haveന്റെ നടുക്കാണ് ആ സബ്ജക്റ്റ് വരുന്നത് കേട്ടോ. could we have avoided this എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, നമുക്കത് കുറച്ചുകൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നോ, കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നോ? അവിടെ എങ്ങനെ ചോദിക്കും? could we have handled it better? could we have handled it better? പിന്നെ നേരത്തെ നമ്മൾ ഈ can, could ഒക്കെ വെച്ചുള്ള സെന്റൻസസ് കണ്ടപ്പോൾ അന്ന് ഞാൻ അതിന്റെ കൂടെ വേറൊരു ഫ്രേസ് കൂടെ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു, manage to എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഇന്ന് നോക്കാം. എപ്പോഴാണ് നമ്മൾ ഈ manage to ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? വളരെ ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു, ചെയ്തു എന്നൊക്കെ പറയാനാണ് നമ്മൾ ഈ manage to കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് മലയാളത്തിൽ നോക്കൂ. അവർക്ക് പ്രശ്നം പരിഹരിക്കാനായോ? അപ്പൊ മുൻപും നമ്മൾ ഇതുപോലെ തന്നെ കണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടി അവരൊരു കാര്യം അവസാനം പരിഹരിച്ചിരിക്കുകയാണ്. ആ ഒരു അർത്ഥം കിട്ടണമെങ്കിലാണ് നമ്മൾ manage to കൊണ്ടുവരിക. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ചോദിക്കും? did she manage to solve the problem? did she manage to solve the problem? അപ്പൊ അങ്ങനെ ഒരു കാര്യം പരിഹരിക്കാൻ പറ്റിയോ, പാസ്റ്റ് ടെൻസ് ആണല്ലോ, അതുകൊണ്ട് did she manage to. did വന്നത് കൊണ്ട് തന്നെ managed, d ഇല്ല കേട്ടോ, managed എന്ന് പറയില്ല, did മാത്രമേ ഉള്ളൂ. did she manage to solve the problem? അപ്പൊ ഇവിടെ മനസ്സിലാക്കുക,
ഒരിക്കലും നമുക്ക് കുഡും മാനേജ് ടുയും കൂടെ ഒന്നിച്ച് പറയാൻ പറ്റില്ല. അതായത് കുഡ് ഷീ മാനേജ് ടു സോൾവ് ദ പ്രോബ്ലം എന്ന് നമ്മൾ പറയില്ല. എപ്പോഴും ഡിഡ് ആണ് ഇവിടെ കൂടെ വരിക പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് കഷ്ടപ്പെടുകയായിരുന്നിരിക്കട്ടെ ഒരു പ്രോജക്റ്റ് സമയത്ത് തീർക്കാൻ. അപ്പോൾ അത് ഒരു കണക്കിനത് തീർക്കാൻ പറ്റിയോ എന്ന് നമുക്ക് അയാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡിഡ് യു മാനേജ് ടു ഫിനിഷ് ഇറ്റ് ഓൺ ടൈം? സമയത്ത് തീർക്കാൻ പറ്റിയോ എന്ന്, അതാണ് ഓൺ ടൈം. ഡിഡ് യു മാനേജ് ടു ഫിനിഷ് ഇറ്റ് ഓൺ ടൈം? ഡിഡ് യു മാനേജ് ആണ് ഇവിടെ വന്നത്. ഇനി രാത്രി തീരെ ഉറങ്ങാൻ കഴിയാത്തവരില്ലേ, അങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതിന്റെ കൂടെ പുറത്തു നിന്ന് എന്തെങ്കിലും ശബ്ദം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്തായിരിക്കും പിറ്റേന്ന് കാലത്ത് അവരോട് ചോദിക്കുന്നത്? ഇന്നലെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉറങ്ങാൻ പറ്റിയോ എന്ന് ചോദിക്കില്ലേ? കഷ്ടപ്പാടായിരുന്നല്ലോ അങ്ങനെ ഉറങ്ങാൻ, പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നല്ലോ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ചോദിക്കും? ഡിഡ് യു മാനേജ് ടു ഗെറ്റ് സം സ്ലീപ്പ് എന്ന് ചോദിക്കും. ഡിഡ് യു മാനേജ് ടു ഗെറ്റ് സം സ്ലീപ്പ്? നമുക്കറിയാവുന്ന ഒരാള് ഒരു പ്രോജക്റ്റിനുള്ള ഒരു അപ്രൂവൽ കിട്ടാൻ കുറെ നാളായി ശ്രമിക്കുകയാണെങ്കിൽ അയാളെ കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? ആ അപ്രൂവൽ നേടിയെടുക്കാനായോ? വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ അത് കിട്ടാൻ. അപ്പൊ എങ്ങനെ ചോദിക്കും? ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ദി അപ്രൂവൽ എന്ന് ചോദിക്കും. ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ദി അപ്രൂവൽ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. അവർക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്താനായോ? അവർ കുറച്ചുനാളായി അതിനുവേണ്ടി ശ്രമിക്കുന്നത്, കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? ഡിഡ് ദേ മാനേജ് ടു ഫൈൻഡ് എ പ്ലേസ് ടു സ്റ്റേ? ഡിഡ് ദേ മാനേജ് ടു ഫൈൻഡ് എ പ്ലേസ് ടു സ്റ്റേ? അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാൻ, കുഡ്, കുഡിന്റ്, കുഡ് ഹാവ്, കുഡിന്റ് ഹാവ്, പിന്നെ മാനേജ് ടു, പിന്നെ അതുപോലെ ബി ഏബിൾ ടു, അതിന്റെ പാസ്റ്റ് ഫോംസ് വാസ് അല്ലെങ്കിൽ വർ ഏബിൾ ടു, ഇതെല്ലാം വരുന്ന തരം ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ ഇന്ന് 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നന്നായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് സത്യമായിരിക്കുമോ? അപ്പൊ ഇത് ചോദിക്കാൻ 2 രീതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സാധ്യത കൂടുതലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും സാധ്യത കുറവുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും. അപ്പൊ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇവിടെ. ഇനി രണ്ടാമത്തത്, നിനക്ക് ഹോംവർക്ക് വൈകുന്നേരം ചെയ്യാനായില്ലേ? ശ്രദ്ധിക്കണേ, ചെയ്യാമായിരുന്നില്ലേ എന്നല്ല, ചെയ്യാനായില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ ചോദിക്കും? ഇവിടെ ആ ഹോംവർക്ക് ചെയ്യാത്തതിൽ നമുക്ക് ചെറിയൊരു അതൃപ്തി ഉണ്ട്, അതുകൂടെ കാണിക്കണം. അപ്പൊ അതൊന്ന് ആലോചിക്കൂ. ഇനി മൂന്നാമത്തത്, അവൾക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നില്ലേ? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൾക്ക് കുറച്ചുകൂടി കെയർഫുൾ ആകാമായിരുന്നില്ലേ എന്നാണ്. അങ്ങനെ ആവുക എന്നുള്ളതിന്റെ ആ വേർബാണ് ഇവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത് കേട്ടോ. ആലോചിച്ച് നോക്കൂ. ഇനി നാലാമത്തത്, നിങ്ങള് ഞങ്ങളുടെ ടീച്ചർ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വളരെ ആഗ്രഹത്തോടെ, തീവ്രമായ ഒരു ആഗ്രഹത്തോടെ പറയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന്. പിന്നെ നമ്മൾ കണ്ട ഒരു ഫ്രേസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്ലുവൻസിയെ ബെറ്റർ ആക്കാൻ ഇത് സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ താമസിയാതെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.